നിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, എൻ്റെ കഴിഞ്ഞിട്ടില്ല. അപ്പോഴേ നമ്മൾ തമ്മിൽ കിട്ടുന്നതിന് കുഴപ്പമുണ്ട്. അയാൾക്ക് തോന്നാൻ പാടില്ല ഒരിക്കലും പ്രാങ്കാണ്. അത്ര ഇഷ്ടമാണ്, കുറെ കാലമായിട്ടുള്ളിൽ ഉണ്ടായിരുന്നു. അതെ, അതാണ് മൈക്കെടുത്തേക്ക് എന്താ പറയണ്ടേ, ഇഷ്ടമാണ്. കുറച്ചേരം ഇങ്ങനെ കളിപ്പിക്കണം. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ തിരക്കിലാണ്, ദയവായി. ഭയങ്കര ഒറിജിനാലിറ്റി ആയിരിക്കണേ. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഹലോ ഹലോ, എടി നീ എവിടെയാ? വീട്ടിലാ. നീ എപ്പോ വീട്ടിൽ പോയേ? ഞാനിപ്പോ ഉച്ചക്ക് എത്തിയതേ ഉള്ളൂ. എനിക്ക് നാളെ കണ്ണൂർ സൈറ്റ് പോണം. ഓ അതെയാ. ആ ഹാ ഹാ. പിന്നെന്താണ്? എന്തിനു വിളിച്ച? ഞാൻ ചുമ്മാ വിളിച്ചതാ. വെറുതെ വിളിച്ചതാ. എന്താ നിന്റെ പ്ലാന്? എന്താ പ്ലാന്? പ്രപ്പോസൽ എന്തേലും വന്നാ? പ്രപ്പോസൽ എന്തേലും വന്നോന്ന്? അല്ല, ജസ്റ്റ് ചോദിച്ചതാ. അല്ല, ഒന്നുമില്ല, ചോദിച്ചതാടി. പിന്നെ ഉറങ്ങല്ല, നീ എണീക്ക്, ഒരു കാര്യം പറയാനുണ്ട്. അതെ, പിന്നെ നീ ഇങ്ങനെ ഫണ്ണായിട്ട് എടുക്കല, ഞാൻ കാര്യമായിട്ട് ചോദിക്ക. നിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, എൻ്റെ കഴിഞ്ഞിട്ടില്ല. അപ്പോഴേ നമ്മൾ തമ്മിൽ കിട്ടുന്നതിന് കുഴപ്പമുണ്ട്. എടി ഞാൻ കാര്യമായിട്ട് ചോദിക്കാ. പിന്നെ നിനക്ക് ചൊവ്വാദോഷമുണ്ട്, എനക്കും ചൊവ്വാദോഷമുണ്ട്, നമുക്ക് രണ്ടാൾക്കും റെഡി ആവുന്നില്ല. എടി അതിനെന്താ വൃന്ദ, ഞാൻ കാര്യമായിട്ട് ചോദിക്കാ. ഞാൻ റൂമില്. ഞാൻ തിരിച്ചു പോയി വീട്ടില്, റൂമിലെത്തി. അല്ല നീ എത്തി റൂമിലെത്തി. നീ ഇത് പറ. അല്ല, നമ്മളിങ്ങനെ റാൻഡമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോ തോന്നിയതാണ്. എടി അതിനിപ്പോ എന്താ വൃന്ദ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിനക്കൊന്നും സെറ്റ് ആവുന്നില്ല, എനക്കൊന്നും സെറ്റ് ആവുന്നില്ല, നമുക്ക് സെപ്റ്റംബറിൽ മുന്നേ കഴിക്കണം വേണം. അപ്പൊ നമുക്ക് കിട്ടിയാലെന്താ? പറ്റൂല. എടി എനക്ക് നിന്നെ പറ്റി കുറെ അറിയാം, നിനക്ക് എന്നെ പറ്റി അറിയാം. പിന്നെന്താ, നമ്മുടെ ഗ്രൂപ്പിൽ ഇനി ഞാനും നീ മാത്രമേ കെട്ടാൻ ബാക്കിയുള്ളൂ. എടി നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ശരിക്കും നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എടി എന്താ വൃന്ദ, പ്രശ്നം എന്താ? അതിനെന്താ, അങ്ങനെ ഇപ്പൊ ഉണ്ടല്ലോ, അതിനിപ്പോ എന്താ? എനിക്കൊക്കെയാണ്, നീ ഒക്കെയാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല, ഞാനിങ്ങനെ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോ ഇങ്ങനൊരു ഓപ്ഷൻ ഇപ്പൊ എന്താ നോക്കുന്നല്ലേ എല്ലാരും. എടി ഇത് ജനറേഷനൊക്കെ മാറി വൃന്ദ, ഇങ്ങനൊരു ഓപ്ഷനെ പറ്റി ചിന്തിച്ചാൽ എന്താ? നീ ഒന്ന് പറ. എടി തമാശ കളിക്കല്ലേ വൃന്ദ, എന്താ ഞാൻ ഇത്ര സീരിയസ് ആയിട്ട്? ഞാൻ എന്നോട് എപ്പെങ്കിലും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാ? അതെനക്ക് ഡൗട്ട് ഉണ്ട്. എടി നീയോ അല്ലേ? എടി ഹലോ, പോടി, എനക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടടി. ഞാൻ സീരിയസ് ആയിട്ടാ സംസാരിക്കുന്നേ. എനക്ക് വേറൊരു റിലേഷൻ ഒന്നും സെറ്റ് ആവില്ല വൃന്ദ. എനക്ക് അങ്ങനെ വേറെ റിലേഷൻ ഒന്നും സെറ്റ് ആവില്ല. എനക്ക് അങ്ങനെ വേറെ ഇമോഷൻ ഒന്നും തോന്നുന്നില്ല. എനിക്ക് ഇങ്ങനെയാന്ന് തോന്നുന്നു. എനിക്കെന്തായാലും
ഞാൻ വേറെ എന്തെങ്കിലും ഇപ്പം എനിക്ക് വന്നാലും ഞാൻ മുടക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇതാന്ന് തോന്നുന്നു, നല്ലതെന്ന് തോന്നുന്നു എനിക്ക്. വേറെ എന്താ എനിക്ക് ലൈക്ക് സത്യം എനിക്ക് വേറെ ഇമോഷനോ കാര്യങ്ങളൊന്നും ഇല്ലടി. നീ പറ. നീ അപ്പൊ പണ്ട് മറ്റേ ഹരിപുരീന്റെ അടുത്ത് അതൊക്കെ ഏത് കാലഘട്ടം എനിക്ക് അറിയില്ല. നീ വല്ലാതെ പുരോഗമിച്ചിരിക്കോ. വൃന്ദ നീ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആലോചിച്ച് നോക്ക് നീ. ഞാൻ സ്ട്രൈക്കാണല്ലോ, പിന്നെ എനിക്ക് ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ലല്ലോ. എടി ഒന്ന് കൺസിഡർ ചെയ്യടി. എനിക്ക് വേറെ ഒന്നും പറ്റൂല വൃന്ദ, എനിക്ക് നിന്നെ അറിയുള്ളൂ. നീ എന്നാ വെക്ക്. നീ എന്നാ ആലോചിച്ചിട്ട് വിളിക്കട്ടാ. ശരി, ഞാൻ വെക്കാണ്. ഓക്കെ, കുറച്ചുകൂടെ തിരിച്ചു വിളിച്ചാൽ മതി. ഓക്കെ, എണീച്ചെന്നോളൂ. ക്യാഷ് പ്രൈസ് ഹാപ്പി അല്ലേ? അപ്പോൾ ഡു ഫോളോ. ഓക്കെ, അപ്പം എന്തായാലും താങ്ക്സ് ഫോർ പാർട്ടിസിപ്പേറ്റ്.